ഉണരൂ ഉണരൂ മനസ്സുകളെ, യാഗമിതാ യാഗമിതാ. ഉണരൂ ഉണരൂ മനസ്സുകളെ, യാഗമിതാ യാഗമിതാ. ഇതാണു രക്ഷാ ദിവസം, ഇതാണു മോചന ദിവസം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവിലൂടെ ഈശോയുടെ പരിശുദ്ധ മക്കളെ, ഇതിനകത്തോട് കൊണ്ടാകുന്നതായി നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകിയാൽ നിത്യന്യായ പരിശുദ്ധമറിയത്തോട് എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കനിയേണമേ കനിയേണമേ കർത്താവേ, കനിയേണമേ 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 ക്രിസ്തുവേ, കനിയേണമേ കർത്താവേ, കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ ശക്തികേന്ദ്രമായ ദൈവം, ഞങ്ങളുടെ അപേക്ഷകൾ കനിവാർന്ന് ശ്രമിക്കുന്നു. നശ്വരമായ ബലഹീനതയ്ക്ക് അങ്ങേ കൂടാതെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്തതിന് അങ്ങേ കൃപയുടെ സഹായം ഇപ്പോഴും നിലനിൽക്കണം. അങ്ങേ കൽപ്പനകൾ പിൻചെന്ന് ചിന്തയിലും പ്രവൃത്തിയിലും അങ്ങേ ഞങ്ങൾ പ്രസാദിപ്പിക്കുമാറാകട്ടെ. അങ്ങയുടെ കൂടി പരിശുദ്ധാത്മാവുമായി ലൈംഗികം ജീവിച്ചു വാഴുന്ന കർത്താവും പുത്രനുമായ യേശുക്രിസ്തു വഴി ഞാൻ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോളൂ. ആമേൻ. ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ, സഹോദരൻ, പലരും ലൗകിക കാര്യങ്ങളെപ്പറ്റി പ്രശംസിക്കാറുള്ളതുപോലെ ഞാൻ പ്രശംസിക്കുന്നു. ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടും എന്ന് ഒരു പോഷനെ പോലെ ഞാൻ പറയുന്നു. അവർ എബ്രായരാണോ? ഞാനും അതെ. അവർ ഇസ്രായേൽക്കാരാണോ? ഞാനും അതെ. അവർ അബ്രഹാത്തിന്റെ സന്തതികളാണോ? ഞാനും അതെ. അവർ ക്രിസ്തുവിന്റെ ദാസന്മാരാണോ? ഉത്തമനെ പോലെ ഞാൻ പറയുന്നു, ഞാനും കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റവിധം പ്രഹരമേറ്റു, പലതവണ മരണപത്രത്തിലകപ്പെട്ടു. 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നു കുറയാതെ 40 അടി വീതം ഞാൻ കൊണ്ടു. 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു. ഒരിക്കൽ കല്ലെറിയപ്പെട്ടു. 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു. ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിയിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി. നഗരത്തിൽ വച്ചും വിജന പ്രദേശത്ത് വെച്ചും കടലിൽ വച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു. വ്യാജ സഹോദരനിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെക്കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടുവരുന്നു. ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രതിവചന സംഗീതം. നീതിമാന്മാരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് കർത്താവ് രക്ഷിക്കും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. നീതിമാന്മാരെ സകലവിധ കഷ്ടതകളിൽ നിന്നും കർത്താവ് രക്ഷിക്കും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. നീതിമാന്മാരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് കർത്താവ് രക്ഷിക്കും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി.
അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. നീതിമാന്മാരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് കർത്താവ് രക്ഷിക്കും. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയും അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലും ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണ്, അന്ധകാരം എത്രയോ വലുതായി. കർത്താവിൻ്റെ സുവിശേഷം. സമ്പൂർണമായി നൽകുന്നിത അലിവോടെ സ്നേഹയാകും നീ വലിയായി മാറ്റേണമേ. എല്ലാ നന്മകളും ദാതാവായ ദൈവമേ, ഞാൻ കാഴ്ചവെക്കുന്ന ഈ വീഞ്ഞ്, ഞങ്ങളുടെ ഈ അപ്പം അങ്ങയുടെ കാരണക്കാരാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങളുടെ നിത്യജീവന്റെ ഭോജനമായി തീരുവാനുള്ള ഈ അപ്പം ഭൂമിയുടെ മനുഷ്യപ്രീതിയുടെ ഫലമായി ഞങ്ങൾക്ക് അറിഞ്ഞ പിതാവേ, അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. എല്ലാ നന്മകളും ദാതാവായ ദൈവമേ, ഞാൻ കാഴ്ചവെക്കുന്ന ഈ വീഞ്ഞ് അങ്ങയുടെ കാരണത്താലാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങളുടെ നിത്യജീവന്റെ പാനീയമായി തീരുവാനുള്ള മുന്തിരിവള്ളിയുടെ മനുഷ്യന്റെ ഫലമായി ഞങ്ങൾക്ക് കഴിഞ്ഞ പിതാവേ, അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. പ്രിയ സഹോദരി, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ സംസാരം നിർമ്മിക്കുമായി അങ്ങയുടെ കരങ്ങളിൽ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, മനുഷ്യബലത്തിന്റെയും സമർപ്പിക്കുന്ന കാഴ്ചകളുടെയും സത്ത ഭോജനത്താൽ അങ്ങ് പരിപോഷിപ്പിക്കുകയും ഉദാശ നവീകരിക്കുകയും ചെയ്യുന്നത് അവരുടെ സഹായം ഞങ്ങളുടെ ശരീരങ്ങൾക്കും മാനസങ്ങൾക്കും ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവേ, ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവിലൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവം, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണ്. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാരങ്ങിയ വാഴ്ത്തുന്ന അധ്യക്ഷന്മാർ ആരാധിക്കുന്നു. ആധികാരികന്മാർ വൈദ്യപൂർവ്വം നിലകൊള്ളുന്നു. ശക്തികന്മാരും ധന്യരായ മറ്റ് ജ്വാലകന്മാർ സ്വർഗസ്ഥരേവരും ആഹ്ലാദപ്പെടുന്നതിനായി ഒന്നിച്ചേർന്ന് ഈ പാടി സ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോടെ ഞങ്ങൾ എളിയ സ്വരം ചെയ്യുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം. സ്വർഗവും ഭൂമിയും അങ്ങയുടെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവരുടെ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായി പരിശുദ്ധനാണ്. ആകയാൽ അങ്ങേ ആത്മാ മഞ്ഞുകണം പോലെ ഈ കാണിക്കൽ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട് സുമനസ്സാലെ പീഡകൾ സഹിച്ചത് അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്.
പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങും, ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിന് ചിന്തപ്പെടാനുള്ള എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനമാണ് ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കാണ് ചെയ്യുന്നത്. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ആക്കിയ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി തീർക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവ് ലോകങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന അങ്ങേ സഭ ഓർക്കണം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ സുസഭാഗ്യ മെത്രാപ്പൊലീത്തയോടും വിശുദ്ധ സഹായ മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഈ ലോകത്ത് ഞങ്ങളുടെ പക്കലേക്ക് വിളിച്ച അങ്ങേ പ്രിയ ദാസ്, ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഉപകാരികൾ, സുഹൃത്തുക്കൾ, വൈദികർ, സിസ്റ്റേഴ്സ്, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്തവർ എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശ്യമായ പുത്രത്തോട് ഒന്നായി തീർന്ന ഇവരെ എല്ലാവരെയും അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണം. ഉയർപ്പിന്റെ പ്രത്യാശയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ കാലത്തിൽ മരണമുള്ള സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങൾ എല്ലാവരും കരുണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോട് ആ കന്യയുടെ ഭർത്താവായി ഭാഗ്യപ്പെട്ട യോസേഫും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാർ കാലാകാലങ്ങൾ അങ്ങ് പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും നിത്യജീവനിൽ പങ്കുചേർന്ന് ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപപ്പെടുത്തരായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം. ആമേൻ. കർത്താവ് എല്ലാ തിന്മകളിലും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാന കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിധത്തിലും സുരക്ഷിതരാകുകയും ചെയ്യുവാനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരും എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളിച്ചത് കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെ അങ്ങ് സഭയിൽ വിശ്വാസം നിൽക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകാൻ കഴിയും എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നത് ഈ പ്രാർത്ഥന കേട്ടുള്ളൂ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം. ലോകത്തിൻ്റെ പാപം നീക്കുന്നതാണ് ഞങ്ങളിൽ കഴിയുന്നത്. ലോകത്തിൻ്റെ പാപം നീക്കുന്നതാണ് ഞങ്ങൾക്ക്. ലോകത്തിൻ്റെ പാപം നീക്കുന്നത് ഞങ്ങൾക്ക് സമാധാനമാണ്. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപം നീക്കും. ദിവ്യകുഞ്ഞാട് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹിക്കും. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ വരുവാൻ വേണ്ട യോഗ്യതയ്ക്കില്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമുടേതൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. മനുഷ്യ സ്നേഹം മാറിടാൻ
നാടെങ്ങും നീ പരിഹാസ്യനോ, പതരാതേശുവേ നോക്കൂ നീ. നാടെങ്ങും നീ പരിഹാസ്യനോ, പതരാതേശുവേ നോക്കൂ നീ. കാൽവരിയിലെ കുന്നിന്മേൽ വ്യസനം പൂണ്ടു നായകൻ നിന്നെയോർത്ത് നൊന്തുരുകി മാറി ചേർക്കാൻ വിളിക്കുന്നു. പതറാതെ കലങ്ങാതെ ദേവനേശു വിളിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സൗഖ്യദായകമായ പ്രവർത്തനം മക്കളായ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നും ഞങ്ങളുടെ കാരുണ്യപൂർവ്വം മോചിപ്പിക്കുകയും നേരായവയിലേക്ക് ഞങ്ങൾ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലോ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവിനും സർവശക്തനായ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ,